ബൈബിളിലെ മാത്യു 18:3 എന്ന് പറയുന്ന വേഴ്സ്, ട്രൂലി ഐ ടെൽ യു, അൺലെസ് യു ചേഞ്ച് ആൻഡ് ബിക്കം ലൈക്ക് ലിറ്റിൽ ചിൽഡ്രൻ, യു ഷാൽ നെവർ എൻ്റർ ദ കിങ്ഡം ഓഫ് ഹെവൻ. സോ ഈ ഒരു പെർട്ടിക്കുലർ വേഴ്സ് എസോട്ടറിക്കലി ഇതിന്റെ മീനിങ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കിങ്ഡം ഓഫ് ഹെവൻ എന്ന് പറയുന്നത് നമ്മുടെ മൈൻഡിനെയാണ് റിപ്രസെന്റ് ചെയ്യുന്നത്. മൈൻഡ് എന്ന് പറയുന്നത് നമുക്കറിയാം കോൺഷ്യസും സബ് കോൺഷ്യസും ആയിട്ട് ഡിവൈഡഡ് ആണ്. സോ ഇവിടെ ഹെവൻ എന്ന് പറയുമ്പോൾ പോസിറ്റീവ് ഇമോഷണൽ ചാർജ് നിറഞ്ഞിരിക്കുന്ന മൈൻഡ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. സോ നമ്മൾ കുട്ടികളെ പോലെ ആയില്ല എങ്കിൽ നമുക്ക് ഒരിക്കലും ആ പോസിറ്റീവ് ചാർജ് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ ഡെവലപ്പ് ആക്കാൻ പറ്റില്ല എന്നാണ് ഈ ഒരു പെർട്ടിക്കുലർ വേഴ്സ് എസോട്ടറിക്കലി പറയുന്നത്. നമുക്കറിയാം നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡാണ് 90% കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഒരു പെർട്ടിക്കുലർ വ്യക്തിയുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ പോസിറ്റീവ് ചാർജ് ഉണ്ടെങ്കിൽ അയാൾ ആ ഒരു പെർട്ടിക്കുലർ കാര്യം ചെയ്യാൻ നാച്ചുറലി അലൈൻഡ് ആയിരിക്കും. നമുക്കറിയാം, ഇപ്പൊ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, കുട്ടികളിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് നാച്ചുറലി, അവർ വളരെ പ്യൂർ സ്റ്റേറ്റിലായതുകൊണ്ട് തന്നെ അവർക്ക് നാച്ചുറലി ആ ഒരു പോസിറ്റീവ് ചാർജ് ഉണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിലെ പോസിറ്റീവ് ഇമോഷണൽ ചാർജ് എന്ന് പറയുന്നത് ഡയറക്ട്ലി അലൈൻഡ് ആണ് നമ്മുടെ സെൽഫ് എസ്റ്റീം ആയിട്ട്. അതുകൊണ്ട് തന്നെയാണ് കുട്ടികളൊക്കെ വളരെ പ്യൂർ ആണ്, അവരുടെ സെൽഫ് എസ്റ്റീം അവർ ചെറുതായിരിക്കുന്ന ടൈമിൽ വളരെ ഹൈ ആയിരിക്കും. ഇവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കോൺസെപ്റ്റ് വരുന്നത്, കുട്ടികൾക്ക് നാച്ചുറലി ഹൈ ഡിസേർവിംഗ് ലെവൽ. ഈ ഡിസേർവിംഗ് ലെവൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഒരു പെർട്ടിക്കുലർ കാര്യം ചെയ്യാൻ പോകുമ്പോൾ ആ ഒരു പെർട്ടിക്കുലർ കാര്യത്തെ പറ്റി ചിന്തിക്കുന്ന ആ ടൈമിൽ തന്നെ നമ്മുടെ സബ് കോൺഷ്യസിൽ പോസിറ്റീവ് ഇമോഷണൽ ചാർജ് ജനറേറ്റ് ചെയ്ത് കഴിഞ്ഞു, ഓൾറെഡി അത് ജനറേറ്റ് ആയി. അതാണ് ഡിസേർവിംഗ് ലെവൽ. പക്ഷേ ഇത് പോസിറ്റീവ് ആണെങ്കിലാണ് നമ്മൾ അതിനെ ഹൈ ഡിസേർവിംഗ് ലെവൽ എന്ന് പറയുന്നത്. ഇത് നെഗറ്റീവ് ഇമോഷണൽ ചാർജ് ആണെങ്കിലാണ് നമ്മൾ അതിനെ ലോ ഡിസേർവിംഗ് ലെവൽ എന്ന് പറയുന്നത്. സോ ഇതിന്റെ ഒരു എക്സാമ്പിൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിപ്പോ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, നമ്മളിപ്പോ നമ്മുടെ ചില ഫ്രണ്ട്സിനെയൊക്കെ മോട്ടിവേറ്റ് ചെയ്യും, എടാ നിന്നെ കൊണ്ട് അത് പറ്റും, നിനക്കത് ചെയ്യാൻ പറ്റും, അവർക്ക് അതിൽ കഴിവുണ്ടാവും, അവര് നല്ല എക്സൽ ചെയ്യുന്നുണ്ടാവും ആ ഒരു പെർട്ടിക്കുലർ കാര്യത്തിൽ. അപ്പൊ അതുകൊണ്ട് നമ്മൾ അവരെ ആ പൊട്ടൻഷ്യൽ കണ്ടിട്ടായിരിക്കും നമ്മൾ ചിലപ്പോൾ അവരുടെ അടുത്ത് പറയുന്നത്. പക്ഷെ ചിലപ്പോൾ നമ്മൾ എത്ര പറഞ്ഞിട്ടും അവർക്ക് അത് ചിലപ്പോൾ മനസ്സിലാകത്തില്ല. അവർ പറയും, ഇല്ലടാ എന്നെ കൊണ്ട് അത് പറ്റത്തില്ല, എനിക്കെന്തോ അത് ചെയ്യാൻ അറിയില്ല, അങ്ങനെയൊക്കെ അവർ പറയും. ഇവിടെ എന്താണ് സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവർക്ക് ലോ ഡിസേർവിംഗ് ലെവലാണ്. ആ ഒരു കാര്യം നമ്മൾ പറയുന്ന ആ ടൈമിൽ അവരുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ നെഗറ്റീവ് ഇമോഷണൽ ചാർജ് ജനറേറ്റ് ചെയ്ത് കഴിഞ്ഞു ഓൾറെഡി. അവർ ഓൾറെഡി പറയുവാണ്, ഓ എന്നെ കൊണ്ട് ഇത് പറ്റത്തില്ല, എനിക്കിത് അറിയത്തില്ല, അങ്ങനെ. സോ കുട്ടികളുടെ കേസിൽ ഇവിടെ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവർക്ക് ഹൈ ഡിസേർവിംഗ് ലെവൽ ആയതുകൊണ്ട് തന്നെ അവരൊരു പെർട്ടിക്കുലർ കാര്യം ചെയ്യാൻ നാച്ചുറലി അലൈൻഡ് ആണ്. അവർക്കറിയാം, അവരൊരു കാര്യം അവരുടെ മൈൻഡിൽ ആലോചിക്കുവാണെങ്കിൽ അവർക്കത് ചെയ്യാൻ പറ്റും. ഇവിടെ അവരുടെ മൈൻഡിൽ സംഭവിക്കുന്ന ഒരു ഇഫക്റ്റ് ഉണ്ട്. ആ ഇഫക്റ്റിനെ നമ്മൾ പറയുന്നതാണ് പ്ലസീബോ ഇഫക്റ്റ്. ആ എക്സാമ്പിൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു പേഷ്യന്റിന് ഒരു ഷുഗർ പില്ല് കൊടുത്തിട്ട് ആ പേഷ്യന്റിന്റെ അടുത്ത് പറഞ്ഞു, ഈ ഒരു ഷുഗർ പില്ല് കഴിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ തലവേദന മാറും. പക്ഷേ ആ ഒരു പെർട്ടിക്കുലർ പേഷ്യന്റിന് ആ തലവേദനയിൽ നിന്ന് കുറച്ച് റിലീഫ് കിട്ടി. പക്ഷേ ഇവിടുത്തെ ട്വിസ്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ പേഷ്യന്റിന്റെ അടുത്ത് ഒരിക്കലും അതൊരു ഷുഗർ പില്ലാണെന്ന് പറഞ്ഞിട്ടില്ല, അതൊരു തലവേദനയ്ക്കുള്ള മരുന്നാണെന്നാണ് പറഞ്ഞത്. പക്ഷെ എന്നിട്ടും അദ്ദേഹത്തിന്റെ തലവേദനയ്ക്ക് കുറച്ചൊരു റിലീഫ് കിട്ടി. ഇവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ട പ്ലസീബോ ഇഫക്റ്റിന്റെ ഒരു പ്ലേ. ഇവിടെ എന്താ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ ഒരു പെർട്ടിക്കുലർ പേഷ്യന്റിന്റെ ബിലീഫ് അത്രയും സ്ട്രോങ് ആയതുകൊണ്ട് തന്നെ അയാളുടെ മൈൻഡിൽ ഓൾറെഡി ആ ഒരു പില്ല് കണ്ട ആ ടൈമിലെ അയാളുടെ മൈൻഡിൽ ആ ഒരു പോസിറ്റീവ് ഇമോഷണൽ ചാർജ് ജനറേറ്റ് ആയി, ഓ ഇത് നല്ലതാണ്. അപ്പോ കുട്ടികളിൽ ഇതെങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിപ്പോ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഇപ്പൊ ഒരു പെർട്ടിക്കുലർ കുട്ടി ഇപ്പൊ ചിലപ്പോൾ അവരൊരു കാര്യം, ഇപ്പൊ അവരൊരു ഗെയിം കളിക്കുമായിരിക്കും, ചിലപ്പോൾ ബ്ലോക്സ് വെച്ച് കളിക്കുമായിരിക്കും. അപ്പൊ ആ ബ്ലോക്സ് വെച്ച് കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ ബ്ലോക്സ് പൊട്ടും. അപ്പൊ ആ ഒരു പെർട്ടിക്കുലർ ടൈമിൽ ചിലപ്പോൾ അവർ കരയുമായിരിക്കും, ചിലപ്പോൾ അവർ ഡീമോട്ടിവേറ്റഡ് ആവും. പക്ഷേ കുറച്ചൊരു 4-5 മിനിറ്റ് കഴിഞ്ഞ് നമ്മൾ നോക്കുമ്പോൾ അതേ പെർട്ടിക്കുലർ ഗെയിം അവര് ഒന്നും സംഭവിക്കാത്തത് പോലെ അവര് പോയി അത് കളിക്കും. അതെന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവരുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ അത്രയും പോസിറ്റീവ് ഇമോഷണൽ ചാർജ് ജനറേറ്റ് ആവുകയാണ് നാച്ചുറലി. അവരപ്പോ ഒരു പെർട്ടിക്കുലർ കാര്യം ചെയ്യുന്നതിന് മുൻപ് തന്നെ അവരുടെ മൈൻഡിൽ ഓൾറെഡി ആ ഒരു പോസിറ്റീവ് ഇമോഷണൽ ചാർജ് ജനറേറ്റ് ചെയ്ത് കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ അവർക്കിപ്പോ ലൈഫിൽ എന്തെങ്കിലും ഒരു ഡിമോട്ടിവേഷൻ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വന്നു കഴിഞ്ഞാൽ അവരുടെ സബ് കോൺഷ്യസ് മൈൻഡ് ഒരിക്കലും അതിന് നെഗറ്റീവ് ഇമോഷണൽ ചാർജ് സ്പൈക്ക് ചെയ്യുന്നില്ല. അതുകൊണ്ട് അവർ ആ ഒരു ഡിറക്ഷനിലോട്ട് അലൈൻഡ് ആവത്തില്ല. അവർക്ക് നാച്ചുറലി പോസിറ്റീവ് ഇമോഷണൽ ചാർജ് ഇങ്ങനെ ജനറേറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഡിമോട്ടിവേഷൻ ആയാൽ തന്നെ പെട്ടെന്ന് അത് മാറും.
കാരണം 90% ആണ് സബ് കോൺഷ്യസ് മൈൻഡ്. നമുക്കറിയാം സബ് കോൺഷ്യസ് മൈൻഡിന് തന്നെയാണ് അതിന്റെ തന്നെ വേറൊരു പേരാണ് ഗോഡ് കോൺഷ്യസ്നസ്. സോ അതിൽ പോസിറ്റീവ് ഇമോഷണൽ ചാർജ് ജനറേറ്റ് ചെയ്യുകയാണെങ്കിൽ എന്തായാലും അവര് വളരെ നാച്ചുറലി അലൈൻഡ് ആയിരിക്കും. അവര് എന്ത് പ്രവൃത്തിയാണോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതിൽ. സോ നമുക്ക് എങ്ങനെ കുട്ടികളെ പോലെ നമ്മുടെ മൈൻഡിൽ നമ്മുടെ സബ് കോൺഷ്യസിനെ എൻഹാൻസ് ചെയ്യാമെന്ന് മനസ്സിലാക്കാം. സോ കുട്ടികളുടെ പോലത്തെ സബ് കോൺഷ്യസ് മൈൻഡ് ഡെവലപ്പ് ചെയ്യാൻ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു ഇമ്പോർട്ടൻ്റ് കാര്യമാണ് ഹാവിങ് ബിഗിനേഴ്സ് ലക്ക് മൈൻഡ് സെറ്റ്. എന്താണ് ബിഗിനേഴ്സ് ലക്ക് മൈൻഡ് സെറ്റ്? ബിഗിനേഴ്സ് ലക്ക് മൈൻഡ് സെറ്റ് എന്ന് പറയുന്നത് ഒരു കാര്യം ചെയ്യാൻ നമ്മൾ ഇറങ്ങിത്തിരിക്കുമ്പോൾ അതിനെപ്പറ്റിയുള്ള ബേസിക് നോളജസ് മാത്രം അറിഞ്ഞുകൊണ്ട് അത് ചെയ്യുക എന്നതാണ്. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ ബാസ്കറ്റ് ബോളിനെ പറ്റി ഒന്നും അറിയാത്ത ഒരാളാണ്. അപ്പോൾ നിങ്ങൾ തീരുമാനിക്കുകയാണ് നിങ്ങൾക്കൊന്ന് ബാസ്കറ്റ് ബോൾ കളിക്കണം. സോ നിങ്ങൾ അതിനെപ്പറ്റിയുള്ള എല്ലാ ഇൻഫോർമേഷൻസും അറിയാതെ അതിൻ്റെ ബേസിക് ഇൻഫോർമേഷൻസ് മാത്രം അറിഞ്ഞുകൊണ്ട് അത് കളിക്കാൻ ചെല്ലുക. ഫോർ എക്സാമ്പിൾ, എന്ത് ഷൂസ് ഇടണം, ഏത് ടൈപ്പ് ബോളാണ് യൂസ് ചെയ്യുന്നത്, എവിടെ നിന്ന് ഇടുമ്പോഴാണ് പോയിന്റ് കിട്ടുന്നത് എന്നുള്ള ബേസിക് കാര്യങ്ങൾ മാത്രം നിങ്ങൾ അറിഞ്ഞിരിക്കുക. എന്തുകൊണ്ടാണ് ബേസിക് കാര്യങ്ങൾ മാത്രം അറിഞ്ഞിരിക്കുക എന്ന് ചോദിച്ചാൽ, ബേസിക് കാര്യങ്ങൾ അറിയുന്നതിലൂടെ നമ്മളുടെ ഉള്ളിൽ അത് ചെയ്യാനുള്ള ഇൻട്രിൻസിക് മോട്ടിവേഷൻ കൂടും. അതുപോലെ തന്നെ നമ്മളുടെ കോൺഫിഡൻസ് ബൂസ്റ്റ് ആവും. അത് മാത്രമല്ല, നിങ്ങൾ അവിടെ ചെല്ലുമ്പോൾ ഒന്നും അറിയാത്തൊരു സ്റ്റേറ്റിലായിരിക്കില്ല. നിങ്ങൾക്ക് അതിനെപ്പറ്റിയുള്ള ബേസിക് കാര്യങ്ങൾ അറിയാം, എന്താണ് അവിടെ സംഭവിക്കാൻ പോകുന്നത് എന്നും നിങ്ങൾക്കറിയാം. സോ എന്തുകൊണ്ട് എല്ലാ ഇൻഫർമേഷൻ അറിയണ്ട? എല്ലാം ഇൻഫോർമേഷൻ അറിയാൻ ശ്രമിക്കുമ്പോൾ നമ്മളുടെ ഉള്ളിൽ സ്ട്രെസ് ഡെവലപ്പ് ആവുകയാണ്. അതായത് നമ്മളിൽ തന്നെ ലിമിറ്റേഷൻസ് ഒക്കെയാണ്. അതായത് എല്ലാം അറിഞ്ഞിട്ടേ ഞാനിത് ചെയ്യും. സോ ഒരു കാര്യവും നമ്മൾ ചെയ്യാതെ അതിനെപ്പറ്റിയുള്ള ഫുൾ ഇൻഫർമേഷൻ നമുക്ക് കിട്ടില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ അതിൽ അധികം സ്ട്രെസ് ചെയ്തിട്ട് ഒരു കാര്യമില്ല. നിങ്ങൾ എല്ലാ ഇൻഫോർമേഷൻ അറിഞ്ഞിട്ട് ചെന്നാൽ കൂടെ നിങ്ങൾ വളരെ സിസ്റ്റം, അതായത് നിങ്ങൾ ഓർക്കും എപ്പോൾ ഞാനതൊന്ന് പഠിച്ചു തീർക്കും, എന്തുകൊണ്ട് എല്ലാ ഇൻഫർമേഷനും അറിഞ്ഞിട്ട് കൂടി എനിക്ക് ബാക്കിയുള്ളവരുടെ പോലെ കളിക്കാൻ പറ്റുന്നില്ല? അതിൻ്റെ ഒരു മേജർ ഉത്തരമാണ് അവർക്ക് എക്സ്പീരിയൻസ് ഉണ്ട്. അവർ അനുഭവങ്ങളിൽ നിന്നായിരിക്കും കൂടുതൽ പഠിച്ചത്, അതായത് കുറേയും കളിച്ച ആൾക്കാർ. സോ ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എല്ലാം അറിയാൻ ശ്രമിക്കുന്ന ഒരു വ്യക്തി അയാളുടെ ഉള്ളിൽ കുറേയധികം പ്രീ കൺസെപ്ഷൻസും ലിമിറ്റേഷൻസും ഡെവലപ്പ് ചെയ്യുകയാണ്. സോ നമ്മൾ റിലാക്സ്ഡ് ആയിരിക്കില്ല, നമുക്കത് ചെയ്യാൻ ബുദ്ധിമുട്ടുകൾ കൂടും. അപ്പോൾ ബിഗിനേഴ്സ് ലക്കും കുട്ടികളും തമ്മിലുള്ള കണക്ഷൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഉത്തരമാണ് കുട്ടികൾ എപ്പോഴും വളരെയധികം റിലാക്സ്ഡ് സ്റ്റേറ്റിലായിരിക്കും. അതായത് നാച്ചുറലി അവർ തീറ്റ സ്റ്റേറ്റിലായിരിക്കും. ബ്രെയിൻ വേവ്സും റിലാക്സേഷനുമാണ് നമുക്ക് അൾട്ടിമേറ്റ്ലി എഫേർട്ട്ലെസ് ആയി മാനിഫെസ്റ്റ് ചെയ്യാൻ വേണ്ട രണ്ട് കാര്യങ്ങൾ. കാരണം നമ്മൾ റിലാക്സ്ഡ് ആവാതെ നമ്മൾ ഒരു കാര്യത്തിന് വേണ്ടി ആൻഷ്യസ് ആയി കഴിഞ്ഞാൽ നമ്മളുടെ സബ് കോൺഷ്യസ് മൈൻഡിന് കൊടുക്കുന്ന സിഗ്നൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കത് ഇല്ല എന്നുള്ളതാണ്. സോ അത് നമ്മളുടെ മാനിഫെസ്റ്റേഷനെ ബാധിക്കും. സോ റിലാക്സ്ഡ് സ്റ്റേറ്റ് ഒരു സൈനാണ് ദാറ്റ് ഷോസ് നിങ്ങളുടെ മാനിഫെസ്റ്റേഷനിൽ കോൺഫിഡൻ്റ് ആണ്, നിങ്ങൾക്ക് ഒരു ഡൗട്ടുമില്ല. അതുപോലെ തന്നെ നിങ്ങൾ അതിന് കൊടുക്കേണ്ട ഇമ്പോർട്ടൻസ് മാത്രമേ അതിന് കൊടുക്കുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ അതിന് നിങ്ങളുടെ ഇന്റേണൽ സ്റ്റേറ്റിനെ ഓൾട്ടർ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ കുട്ടികളുടെ പോലത്തെ ഒരു സബ് കോൺഷ്യസ് മൈൻഡ് ഡെവലപ്പ് ചെയ്തെടുക്കുക. അതായത് നമ്മൾ വളരെയധികം റിലാക്സ്ഡ് ആയിരിക്കുക, നോൺഷലൻ്റ് ആയിരിക്കുക. അതുപോലെ തന്നെ ജീവിതത്തിൽ സീരിയസ്നെസ് മാഗ്നിഫൈ ചെയ്യാതിരിക്കുക. സീരിയസ്നെസ് മാഗ്നിഫൈ ചെയ്യാതിരിക്കുക എന്നതിൽ നിന്ന് ഉദ്ദേശിക്കുന്നത്, നമ്മളുടെ ഉള്ളിൽ സീരിയസ്നെസ് ഡെവലപ്പ് ആവുന്നത് സൊസൈറ്റിയിൽ നിന്നുള്ള എക്സ്റ്റേണൽ പ്രഷർ കാരണവും അതുകൊണ്ട് നമുക്കുണ്ടാകുന്ന ലിമിറ്റേഷൻസ് കാരണവുമാണ്. അതുപോലെ തന്നെ സീരിയസ്നെസ് കാരണം നമ്മൾ ഒരിക്കലും റിലാക്സ് സ്റ്റേറ്റിലെത്തില്ല. അതുകൊണ്ട് സീരിയസ്നെസ് സ്കിൽസ് മാനിഫെസ്റ്റേഷൻ. അതുകൂടാതെ ബൈബിൾ, ഭഗവത്ഗീത, ഖുറാൻ ഇതിലൊക്കെ ചിൽഡ്രൻസ് ട്രേറ്റിനെ പറ്റി മെൻഷൻ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഖുറാനിലാണെങ്കിൽ ഫിത്ര എന്നൊരു ടേം യൂസ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹ്യൂമൻസ് നാച്ചുറൽ സ്റ്റേറ്റ്. അതുകൂടാതെ ഭഗവത്ഗീത ചാപ്റ്റർ 6 വേഴ്സ് 12 ചിൽഡ്രൻ എന്ന ടേം യൂസ് ചെയ്യുന്നില്ലെങ്കിൽ കൂടി ചിൽഡ്രൻസ് ട്രീറ്റിനെ പറ്റി അതിൽ പറയുന്നുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കുട്ടികൾ എന്തൊരു ആക്ടിവിറ്റി ചെയ്യുമ്പോഴും അവർ വളരെയധികം ക്വയറ്റ് ആയിരിക്കും, അതിൽ വളരെയധികം ഇമ്മേഴ്സ്ഡ് ആയിരിക്കും, ഭയങ്കര റിലാക്സ്ഡ് ആയിരിക്കും. ഇതിന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവർ ആ ആക്ടിവിറ്റി ചെയ്യുന്നതിന് മുമ്പേ അവരുടെ ഉള്ളിൽ പോസിറ്റീവ് ഇമോഷണൽ ചാർജ് ഡെവലപ്പ് ചെയ്യും. സോ നമ്മളും അവരുടെ പോലെ
പോസിറ്റീവ് ഇമോഷണൽ ചാർജ് എന്തൊരു കാര്യം ചെയ്യുന്നതിന് മുമ്പും സ്പൈക്ക് ചെയ്യുക. അപ്പോൾ നമ്മൾ കുട്ടികളുടെ പോലെ അത് ചെയ്യുമ്പോൾ വളരെയധികം റിലാക്സ്ഡും ചില്ലുമായിരിക്കും. സോ ഈ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ഇംപ്ലിമെന്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് എഫേർട്ട്ലെസ്ലി മാനിഫെസ്റ്റ് ചെയ്യാൻ പറ്റും. അതുകൂടാതെ നിങ്ങൾ എന്തൊരു പുതിയ കാര്യത്തിന് ഇറങ്ങി തിരിച്ചാലും നിങ്ങളത് കോൺകർ ചെയ്തിരിക്കും. താങ്ക് യു.